ഞാൻ ഈ മോഹൻലാലിനെ പറ്റി ഇങ്ങനെ ആലോചിക്കാന്ന്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണുകാരെ ഒരു വീഡിയോ കണ്ടു. മോഹൻലാല് പാത്രം കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടും, സപ്പോർട്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് എഴുതും, ഒന്നിനും എതിർത്ത് പറയത്തില്ല കേട്ടോ പുള്ളി. പിന്നെന്താ, ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുക, എല്ലാം ചെയ്യും. അത് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞങ്ങൾ പാട്ട് പാടും. നാടകത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കും. ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകും. ക്രിക്കറ്റൊന്നും അറിയത്തില്ല, പോയിട്ട് 50 വയഡ് കയറി. പിന്നെ പരസ്യത്തിൽ അഭിനയിക്കും, ബിഗ് ബോസ് പോലത്തെ ഷോയ്ക്ക് പോയി നിൽക്കും, എവിടെ വിളിച്ചാലും പോകുന്നുണ്ട്. കൂതി കുത്തി എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും. അങ്ങനെ എന്തൊക്കെയോ കാണിക്കുക കിടന്ന്. എന്തൊക്കെയോ ആണോ പരസ്യത്തിലൊക്കെ അഭിനയിച്ച് ഉള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പോയി. അതുകൂടാതെ റീൽസും ഉണ്ടാക്കും. ഇപ്പൊ കുക്കിങ് ഇതെല്ലാം അങ്ങ് ചെയ്യുവോ, എല്ലായിടത്തും അങ്ങ് ചെല്ലുക. അപ്പൊ ഇങ്ങനെ പണ്ടൊക്കെ അഭിനയിക്കണമെന്നൊരിതുണ്ടായിരുന്നു. മോഹൻലാലിന് പണ്ട് അഭിനയിക്കണമെന്നാണ് താല്പര്യം. ഇപ്പൊ അഭിനയിക്കണമെന്ന് താല്പര്യമേ ഇല്ല. അതായത് സിനിമകളൊക്കെ എടുക്കുന്നതും അങ്ങനത്തെ, അഭിനയിക്കുന്ന കണ്ടാലും കൊള്ളത്തില്ല, എങ്ങനെയൊക്കെ ആരാണ്ടൊക്കെ തട്ടിക്കൂട്ടി എന്തിലൊക്കെ ആണെങ്കിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഇങ്ങനെ വേറെ എന്തായിരിക്കും ഉദ്ദേശം? നമുക്കിപ്പോ ഒരു നടനാണ് മമ്മൂട്ടി അതിനു വേണ്ടി കുറെ പണിയെടുക്കുന്നുണ്ട് പണ്ട് തൊട്ട്. മോഹൻലാൽ അങ്ങനെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പുള്ളി കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആണ് ഈ കാര്യത്തില്. നല്ല സിനിമകളൊക്കെ സെലക്ട് ചെയ്യും. ഇടയ്ക്കെങ്കിലും വെറൈറ്റി നല്ല ഇച്ചിരി അഭിനയ സാധ്യതയുള്ള സിനിമകൾ. ഇത് മോഹൻലാലിന്റെ പ്രശ്നം വെച്ചാൽ മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ അങ്ങ് ചെയ്ത് നടക്കുക. ഈ കോമാളത്തിനും കാണിക്കുക, ചുമ്മാ ചാടുക, ഒരു ആളിന് ഡാൻസ് കളിക്കുക, ഇത് തന്നെ സ്ഥിരം പരിപാടി. എപ്പോഴും അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് ഡയറക്റ്റ് ഇത് ആര് പറഞ്ഞിട്ടാ പോയി ഡയറക്റ്റ് ചെയ്യാൻ ആർക്കറിയാം. ഡയറക്ഷനും ചെയ്തു, എന്തൊക്കെ ഇങ്ങ് ചെയ്യുവാന്നേ. പുള്ളി മാജിക് കാണിക്കാൻ പോകും, എല്ലായിടത്തും അങ്ങ് പോകും. എന്തിനാണ് അവിടെ എല്ലാം പോകുന്നത്? എനിക്കതാ മനസ്സിലായി. അവിടെ എന്ത് പുള്ളി കിട്ടുന്നത്? നമുക്ക് വേണ്ട സാധനം അപ്പൊ വേറെന്തോ അല്ലേ? എന്തായിരിക്കും ഇത്? പണം, പദവി, വേറെന്തെങ്കിലും ആണോ? എന്തായിരിക്കും സന്തോഷം? അപ്പൊ ഇവിടെ എല്ലാം പോകുന്നത് വേറെന്തൊരു ആവശ്യത്തിനാ. എന്തോ ഒരു ഉടായ്പുണ്ട്. എല്ലായിടത്തും അങ്ങ് നേരങ്ങുക. അവിടെയൊക്കെ എന്തോ കിട്ടുന്നുണ്ട് കോമൺ ആയിട്ട്. അവിടെ നിന്നെല്ലാം കാശാണ് പ്രശ്നം, അതല്ല. കാശ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു സന്തോഷം കിട്ടുന്നുള്ള പോലെ തോന്നുന്നുണ്ട്. എന്ത് കിട്ടിയാലും അങ്ങ് എടുക്കുക എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അതല്ല കാണുന്നേ. എന്ത് കൊടുത്താലും തിന്നും എന്ന് പറയുന്നവരുണ്ട്. എന്ത് കൊടുത്താലും മേടിക്കും, എല്ലാം ഇങ്ങ് എടുക്കണം. എല്ലാം അല്ല ഞാൻ പറയുന്നത്. ഇത്രയും സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരാൾ നിരങ്ങുന്ന കണ്ടാലേ അയാളുടെ ഉദ്ദേശം വേറെന്തുവാ. ഒരിക്കലും പുള്ളിക്ക് അഭിനയിക്കണമെന്ന് ഉദ്ദേശമില്ല, പാട്ട് പാടണമെന്ന് ഉദ്ദേശമില്ല, കൊള്ളാവുന്നിടത്ത് കൊള്ളാവുന്ന പരിപാടിയാണോ, അങ്ങനൊന്നുമില്ല. അതാ പറഞ്ഞത്, ഫോക്കസ് വേറെയാ. മനസ്സിലായി? ഇപ്പൊ നമ്മളൊരു കാര്യത്തില് ഭയങ്കരമായിട്ട് ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിന്റെ റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ആർക്കും അറിയത്തില്ല ഇതെന്താ ഉദ്ദേശം എന്ന്. മനസ്സിലായി? പുള്ളിക്കേ അറിയത്തുള്ളൂ പുള്ളിയുടെ ഉദ്ദേശം എന്താ. അപ്പൊ അവിടെ പുള്ളി കറക്റ്റ് ആയിരിക്കും ചിലപ്പോ. ഏത് പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ എല്ലായിടത്തും പോകുമ്പോഴേ ഒരു പ്രത്യേക അതാണ് പുള്ളി നോക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ വേറൊന്നും പുള്ളിക്ക് ഇപ്പൊ താല്പര്യമൊന്നുമില്ല. എന്താ അവന് ഏതെങ്കിലും ഒരു പടം പിന്നെ എന്ത് ഭാരതി അവിടെ പിന്നെ വേറെന്താ, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കുമ്പോ എങ്ങനെ പാട്ടുപാടിയാ നാടകോ എങ്ങനെയുണ്ട്? നാടകമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്നാ പിന്നെ നോക്കിയേക്കാം. അങ്ങനെയാ പരിപാടി, അതാ. അല്ലാതെ വേറൊരു കാര്യമില്ല. ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോ കൊള്ളാം, അത് നല്ല പരിപാടിയാ, നല്ലൊരു പരിപാടിയായിരിക്കും. ഇങ്ങനെ പോവാന്നേ. എവിടെ സീരിയലും കൂടെ ഉള്ളു. സീരിയലിലും വരും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു സീരിയൽ വരും. എന്നിട്ട് അതാ ഭയങ്കര വലിയ സീരിയലാന്ന് പറയും. അവിടെ ഇറങ്ങും. കാരണം ഇയാൾക്ക് ഇങ്ങനെ പോവാ. അതാ എനിക്ക് ഡൗട്ട് അടിച്ച പുള്ളിയെ. അങ്ങനെ പറ്റത്തില്ല. മമ്മൂട്ടി എന്താ ഇതിനൊന്നും പോവാത്ത? വേറെ എത്ര നടന്മാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ജോലിയോ കാര്യങ്ങളോ എല്ലാം അതിനുള്ള താല്പര്യം ഉണ്ടെന്നുള്ള ഉറപ്പാ. പക്ഷെ ഇങ്ങനെ അതില്ല. ചുമ്മാ പറയുന്ന ഡെഡിക്കേഷൻ മാണ കൂടെ പബ്ലിസിറ്റി അല്ലേ കാണുന്നുള്ളൂ.
മറ്റവർ അത്രയും പബ്ലിസിറ്റി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ജിമ്മിൽ പോകുന്നുണ്ട്, പൃഥ്വിരാജ് ജിമ്മിൽ പോകുന്നുണ്ട്, ഇടയ്ക്കൊരു ഫോട്ടോ ഇട്ടു. എല്ലാരും ജിമ്മിൽ പോകുന്നുണ്ട്, ചെറിയ നടന്മാരൊക്കെ, ചെറുപ്പക്കാര്. മമ്മൂട്ടിയാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നേ വരെ ജിമ്മിൽ നിൽക്കുന്ന ഫോട്ടോ ഒരെണ്ണം എങ്ങാണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു ആംബുലൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു പോസ് ചെയ്തിട്ട് പുതിയ ഫോൺ വന്ന സമയത്ത് ഫോൺ കാണിക്കുക. സാംസങ്ങിന്റെ പുള്ളിക്ക് അതൊക്കെ ഇഷ്ടം. ഫോൺ മേടിച്ചിട്ട് കാണിക്കുക, വണ്ടി മേടിച്ച് കാണിക്കുക, ഉടുപ്പിട്ടുകൊണ്ട് നടക്കുക. വണ്ടി മേടിച്ചിട്ട് പോലും വലിയ കാണിക്കലൊന്നും ഇല്ല. പിന്നെ ഡ്രസ് ചെയ്ത് നടക്കുക. അതൊക്കെ ആ പ്രൊഫഷണൽ ചെയ്യുന്ന പണികളാണ്. പക്ഷെ അതല്ല, ഏത് ചന്തയ്ക്കും പോകും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പുള്ളി എവിടെയൊക്കെ ചെന്ന് കേറുവെന്ന്. പക്ഷെ ഈ പ്രൊഫഷനെ കുറ്റം പറഞ്ഞ അവിടെയൊക്കെ പോകുന്നേ. അതെ, പലതും പറയും, ചുമ്മാ പറയുന്ന, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുക. മനസ്സിലായോ? ഫോക്കസ് പോയി. ശരിക്കും പുള്ളിക്ക് നേരത്തെ തന്നെ ഫോക്കസ് ഉള്ള ആളാണ്. പണ്ട് പക്ഷെ അഭിനയിക്കുകയും കൂടെ ചെയ്യുവാന്ന്, സിനിമയും കൂടെ നല്ലതായിട്ട് ചെയ്താലേ പുള്ളിക്ക് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ അതല്ല, അന്ന് രണ്ട് ഫോക്കസ് ഉണ്ടായിരുന്നു. ഒരേ ഒരു ഫോക്കസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ഫോക്കസ് സിനിമയല്ല എന്നതാണ് എന്റെ. സിനിമയല്ല, അത് എന്താന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ? എനിക്കറിയത്തില്ല. അങ്ങനെ തന്നെയാ, അല്ല ഒന്നുമല്ല. പൈസയാന്ന് തോന്നുന്നു. പൈസയോടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. ആർത്തി കാർത്തി മൊത്തം ഭ്രാന്തായതാണ്. എന്നോട് കിലുക്കത്തിനകത്തോട്ട് ചെയ്ത് കഴിക്കുന്നത്. അവ കാർത്തി മൊത്തം ഭ്രാന്തായത്. അയ്യോ, എന്ത് രസമാണ് കൊച്ചാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ നോക്കണം, അപ്പൊ കൊച്ചിന് ഒരു സന്തോഷം കിട്ടും. ഇങ്ങനെയൊക്കെ നോക്കുന്നു. ഗണേഷ് കുമാർ കൊച്ചിന്റെ തൊട്ടപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്. അല്ല, ചേട്ടനല്ല, ഗാമോന. അവര് മുട്ടി നിക്കുന്നു. അത്രയും സ്ഥലം ഉണ്ടായിട്ടേ. ഞാനോർത്ത് മറ്റവന്മാരും വല്ലതും ആയിരിക്കും. അങ്ങനെ ഇന്ന് നിന്റെ അവസാനാടാ. ഞങ്ങളെ കൊച്ചിനെ തൊടുന്നു. ആടിയവൻ അത് കൊള്ളാം. തൊട്ട പോളെ തന്നെ. ഇല്ല ചാച്ച, ഞാൻ കണ്ടല്ലോ. ഇല്ല, ഞാൻ കണ്ടു. അപ്പൊ തന്നെ മറ്റൊരു കോളറൊക്കെ പിടിക്കുക. നീ ഇല്ലെന്ന് അങ്ങനൊന്നും നീ കണ്ടു. കണ്ടുപോലും ഇല്ലെന്ന്. നിനക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് അപ്പൊ അവരോട് നിന്ന് മുട്ടിക്കൊണ്ടിരുന്നത്. നീ കൊള്ളാവരോടാ മയിലെന്നൊക്കെ മറ്റവന് ഡോളറിൽ പിടിക്കുന്നു, തള്ളുന്നു, ബസ്സൊക്കെ ഷോ കാണിക്കുന്നു, അയ്യോ നമ്പർ പിടിക്കുന്നു, പോകുന്നു. അപ്പൊ നമ്മുടെ ഫോക്കസ് എവിടാന്ന് അറിയാലോ. നമ്മുടെ ഫോക്കസ് ഇതാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തേക്കുന്നവർക്ക് വെറുതെ ഓളറൊക്കെ പിടിക്കും, മലം ഉണ്ടാക്കും, കച്ചറ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ? നമ്മള് ബസ്സൊന്നും നമ്മുടെ വിഷയമല്ലേ. ബസ് എവിടെ നിന്ന് പോയെന്നുള്ള അതിനകത്ത് നിൽക്കുന്ന കൊച്ചിനെ മാത്രം നമ്മൾ കാണുന്നത്. അതിന് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ പറയാൻ നടക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് എന്തോന്നു പേടിച്ചു പോയല്ലോ. ഞാൻ അവിടുത്തെ ഗ്ലാസ് തല്ലി പൊട്ടിക്കാൻ വരുവാണ്. ഇങ്ങനെയാണോ? ഇതൊക്കെ നിരോധിച്ചല്ലേ ഇവിടെ? എങ്ങനെ നിരോധിച്ചിട്ട് എന്ത് കാര്യം? ഈ മനുഷ്യരോട് പോകും, അതൊരു പ്രശ്നമാണ്. പക്ഷെ ഒരിക്കലും എന്റർടൈൻ ചെയ്യരുത്. പിന്നെ മാഫിയ ഇവന്മാരൊക്കെ ഏതോ മാഫിയയിലെ അംഗങ്ങളാണ് ഇപ്പൊ. പക്ഷെ മാഫിയ പൊട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. വളരെ കുറച്ച് പേരൊക്കെയല്ലേ ഉള്ളൂ മാഫിയക്ക് വർക്ക് ചെയ്യാനായിട്ട്. അവര് തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ നല്ലപോലെ കൊയ്യുന്നുണ്ടോ. ഇവിടെ നന്നായി ചെയ്തത്. പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് പണ്ടൊക്കെ. എത്രയോ 100-ൽ കൂടുതൽ പിള്ളേരെ കണ്ണു മുത്തി പിടിച്ചതിനൊക്കെ പോലീസ് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. എപ്പോഴാ പിടിച്ചെന്നറിയോ? 122 ഒത്തിരി പേരുണ്ട്. മിസ്സിംഗ് കേസ് ഒരുപാട്. ഡൽഹിയില് കണ്ടില്ലേ, 4-5 മാസത്തിനിടയ്ക്ക് എത്ര 10,000 കണക്കിന് ആൾക്കാരാ പോയേക്കുന്നത്. ഇവിടെയുണ്ട്, കേരളത്തിൽ ഒത്തിരി ആൾക്കാരെ കാണാറുണ്ട്. നീ കേരള പോലീസിന്റെ സൈറ്റിൽ കയറി നോക്കിയാല് മിസ്സിംഗ് കേസസ് ഒരു മാസം 20 പേരൊക്കെ ആയിട്ട കണക്ക്. അതെന്തുകൊടു ഇവന്മാർ ഇവിടെ നാട് നീളെ ക്യാമറ വെച്ച് പോലീസുകാർ റോഡിലൊക്കെ നിന്ന് ഹെൽമെറ്റ് പിരിക്കുന്നതിനിടയ്ക്ക് ചെയ്യാൻ തോന്നത്തില്ല അല്ലേ? ചുമ്മാ പണിയെടുക്കാതെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആരും പണിയെടുക്കുവോ? ഇങ്ങനത്തെ ഉടായ്പ നമ്പറൊക്കെയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. വേസ്റ്റ് ഇട്ടാ പിടിക്കുക, അതിന് ഫൈൻ അടിക്കുക. ആള് പോയാൽ പിടിച്ചാലും ആള് പോയത് കുഴപ്പമൊന്നുമല്ല അവർക്ക്. എത്ര മനുഷ്യൻ മിസ്സായാലും ഇവിടെ കിടന്ന് എത്ര വണ്ടി ഇടിച്ച് എത്ര പേര് മരിച്ചാലും എന്തൊക്കെ അപകടം ഉണ്ടായി ആശുപത്രി കിടന്നാലും ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവർക്ക് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, രാവിലെ ഇറങ്ങുക പിരിവായിട്ട്. പിന്നെ എന്ത് കിട്ടിയാലും ഫൈൻ. കിട്ടി, പൈസ കിട്ടി. എന്നിട്ട് റോഡ് സേഫ്റ്റി കയറ് കെട്ടി കൊല്ലുക. അത് പൊട്ടത്തിനാ കാണിക്കുന്നേ. ഇവിടെ ആദ്യം ഹെൽമെറ്റ് വെക്കാൻ നിന്ന പോലീസുകാരൻ ലാത്തി കൊണ്ട് വണ്ടിക്ക് ടയറിനകത്തിട്ടിട്ട് ഗർഭിണി മരിച്ചു പോയിട്ടുണ്ട്. അത്രയും പൊട്ടന്മാരാ.
മറ്റേ പോലീസ് പോലീസ് അതിങ്ങനെയൊക്കെ ഉണ്ട്. പോലീസ് എല്ലാം തന്നെ ഇട എത്ര പേർക്ക് എല്ലാ വിദ്യാഭ്യാസം ഉള്ളവർക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നത്തില്ല. പല ടൈപ്പ് ആളുകൾ ഇപ്പൊ IT പ്രൊഫഷണൽ ഉള്ള ഒരാൾ അങ്ങനെ ഒരു അങ്ങനെയല്ലല്ലോ. എഞ്ചിനീയറിംഗോ മെഡിസിൻ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളും പോലീസിൽ പോകേണ്ടി വരത്തില്ല. അപ്പൊ അതിനകത്തൊരു കുഴപ്പമുള്ള പണിയുണ്ട്. ഈ താഴേക്കടയിലുള്ള പോലീസുകാരുടെ കാര്യം വളരെ മോശമാണ്. പിന്നെ പോലീസുകാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അതെ, പോലീസുകാര് ഉള്ളിൽ തന്നെ ആ സല്യൂട്ടടിയും ഈ മേൽ പറയുന്ന ആൾക്കാരെ ഓർഡർ അപ്പാടെ എടുക്കുന്നതും ഒരു ചോദ്യം ഇല്ലാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നതും അതൊക്കെ ഒരു ക്യാരക്ടറെ തന്നെ ബാധിക്കും. പക്ഷെ ഉണ്ടല്ലോ ഇത് ഈ പട്ടാളക്കാരുടെ കേസ് അത്രയും പ്രശ്നമില്ല. പട്ടാളക്കാർക്ക് ലോക്കലിൽ ഇടപാടില്ലല്ലോ, ഇല്ല, ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യണ്ട. അവർക്ക് ആ മറ്റേ തീവ്രവാദിനെ വെടിവെച്ച് വന്നാൽ മതി. മാത്രമല്ല ചുമ്മാ അങ്ങ് ഒരു പരിപാടി ഒപ്പിക്കാൻ പറ്റില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ പ്രശ്നമൊന്നും ഇല്ല അധികം. അല്ലാതെ ഇവൻ പറയുമ്പോ അവരൊരു തീവ്രവാദിയെ പിടിച്ചോണ്ട് വരുമ്പോ മോഡി പറയുക മോഡിയെ വിട്ടേക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ആ ഒരു നാണക്കേടില്ല. ഇവിടെ അങ്ങനല്ലല്ലോ. പോലീസുകാർക്ക് വരുമ്പോ അവര് എന്തെങ്കിലും ചെയ്താലും ഒരു വിലയില്ലാത്ത പോലത്തെ അവസ്ഥ. പിന്നെ പോട്ടെ, ഒരു SI തൊട്ട് താഴോട്ടുള്ളവരുടെ കാര്യം കഷ്ടമാണ്. CA ഒക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ചൊക്കെ മെച്ചപ്പെടും. പിന്നെ നമുക്ക് അങ്ങനെയാണ്. പിന്നെ പല നടന്മാരുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് പോവാം. CA പിന്നെ അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്, ഏറ്റെടുത്തൊക്കെ ചെയ്യും. അത് തന്നെ. ശബരിമലക്ക് പോവും. അപ്പൊ അതിനൊക്കെ കൊള്ളാം കേട്ടോ. CA ഒക്കെ പിന്നെ മോഹൻലാലായിട്ട് കൂട്ടുകൊടുക്കുക ചെയ്യും. മോഹൻലാലിന് നടക്കാം, മോഹൻലാലിന് പോയി റീൽസ് ഉണ്ടാക്കാം. ഫോക്കസ് വേണം. പക്ഷെ ഇവിടെയൊക്കെ ഫോക്കസ് സെറ്റ് ചെയ്താ പറ്റിയത്. പുള്ളിയുടെ ഫോക്കസ് തെറ്റിപ്പോയി. പുള്ളി വേറെന്തോ ഫോക്കസ് ചെയ്ത് അതിനിടയിൽ അങ്ങനെ മൂവി പോയത്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ചുമ്മാ കിടന്ന് പൊട്ട് കളിക്കുക എന്തൊക്കെ പൊട്ടത്തില കാണിച്ച ആള് പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം തന്നെ. പോലീസുകാരൻ ചെയ്ത പണി. MDMA കേസ് കള്ളക്കേസ് ഉണ്ടാക്കുന്നു. ഒരു കൊച്ചു ചെറുക്കനെയൊക്കെ പെടുത്തിയത് മനുഷ്യനല്ലേ. ചെയ്തു ആ കാശായിരിക്കുക. ഫോക്കസ് ആയിരിക്കത്തില്ല. ഇവരൊക്കെ ഫോക്കസ് തെറ്റിക്കുന്ന ഒരു ഫോക്കസിലോട്ടാണോ പോകുന്നതെന്ന് തന്നെ സംശയമുണ്ട്. അല്ല, ഇങ്ങനെ മണ്ടത്തരങ്ങളെ ഒരുപാട് മണ്ടത്തരം ചെയ്യാൻ പറ്റത്തില്ല. അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തോ നേടാനായിരുന്നു. അതെ. അപ്പൊ ശരിയെന്നാ. ഓക്കെ.